ജനവിധി അറിയാൻ രാജ്യം ആകാംക്ഷയോടെ. ഒരു വർഷം മുമ്പ് വരെ ഒന്നിച്ച് നിന്നവർ ഇന്ന് എതിർചേരിയിലാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും മറുകണ്ഠം ചാടുന്ന നേതാക്കന്മാർ. തട്ടുപൊളിപ്പൻ ഹിന്ദി സിനിമ കണക്കെ സംഭവ ബഹുലമാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം. ഈ തെരഞ്ഞെടുപ്പിലും കലങ്ങിമറിയലുകൾക്ക് കുറവൊന്നുമുണ്ടായില്ല. कितने लोगों का समर्थन है, क्या इसके बारे में कोई पत्रकार आपसे हुआ है? इसके बारे में मेरे पास कोई भी अभी तक मालूमात नहीं है। लोगों ने कल अजीत दादा को समर्थन दिया, जिन पार्टी से विधायकों का समर्थन है, लेखी समर्थन है, उन्होंने खुद होके दिया है, कोई प्रेशर में उन्होंने तो दिया नहीं। एकनाथ संभाजी शिंदे ഒരു ഭാഗത്ത് കോൺഗ്രസിനൊപ്പം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും അടങ്ങിയ മഹാവികാസ് അഘാഡി സഖ്യം, മറുഭാഗത്ത് BJPയും പിളർന്നു മാറിയ ഏക്നാഥ് ഷിൻഡെ വിഭാഗവും അജിത് പവാർ NCP വിഭാഗവും അടങ്ങിയ NDA സഖ്യം. മഹാരാഷ്ട്രയിൽ എക്കാലത്തും രാഷ്ട്രീയ പ്രതിസന്ധികളും പിളർപ്പുകളും കൂടുമാറ്റങ്ങളും തുടർക്കഥകളാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 48-ൽ 41 സീറ്റും ശിവസേന അടങ്ങിയ NDA സഖ്യം പിടിച്ചെടുത്തിരുന്നു. അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന BJP സഖ്യം അധികാരത്തിലെത്തി. 2.5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ശിവസേനയുടെ ആവശ്യം BJP പക്ഷേ നിരാകരിക്കുകയായിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയതോടെ NDA സഖ്യം അവസാനിപ്പിക്കാൻ ഉദ്ധവ് താക്കറെ തീരുമാനമെടുത്തു. 35 വർഷത്തെ മഹായുതി സഖ്യത്തിന് അതോടെ വിരാമമായി. എന്നാൽ അജിത് പവാറിനെ NDAയിലെത്തിച്ച് NCP പൊളിക്കാൻ BJP ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അട്ടിമറി സാധ്യതകൾ തള്ളി കോൺഗ്രസിനും NCPക്കും ഒപ്പം ചേർന്ന ശിവസേന മഹാവികാസ് അഘാഡി സഖ്യം രൂപീകരിച്ചു. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയുമായി. എന്നാൽ 3-ാം വർഷം ആയപ്പോഴേക്കും ശിവസേനയിൽ മുറുമുറുപ്പ് കടുത്തു. ഏക്നാഥ് ഷിൻഡെ ശിവസേന പിളർത്തി 34 MLAമാരുമായി NDAയിലേക്ക് ചേക്കേറി. മുഖ്യമന്ത്രിയായി ഏക്നാഥ് ഷിൻഡെ അധികാരത്തിലുമെത്തി. ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായി. ഒരു വർഷം കഴിയുമ്പോൾ NCPയിലും പ്രതിസന്ധി. സ്ഥാപക നേതാവ് ശരത് പവാറിനെ വെട്ടിലാക്കി അനന്തരവൻ അജിത് പവാർ അഘാഡി സഖ്യം വിട്ട് NDAയിലേക്ക്. പാർട്ടി ചിഹ്നവും അജിത്തിന് തന്നെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് മഹാരാഷ്ട്രയിൽ. ശിവസേനയും കോൺഗ്രസും പിളർന്ന് ഓരോ ഭാഗങ്ങൾ NDAയ്ക്കും അഘാഡി സഖ്യത്തിനും ഒപ്പമെത്തി. ഒരേ സമയം ഇന്ത്യ മുന്നണിക്കും NDAയ്ക്കും നിർണായകമാണ് മഹാരാഷ്ട്ര. UPക്ക് ശേഷം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ അസദുദ്ദീൻ ഒവൈസി അടക്കം പ്രാദേശിക പാർട്ടികൾക്ക് ചില മണ്ഡലങ്ങളിൽ സ്വാധീനവുമുണ്ട്. കാർഷിക പ്രശ്നങ്ങളും വിലക്കയറ്റവും തൊഴിലില്ലായ്മയൊക്കെ മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മുംബൈ സൗത്തിൽ ഉദ്ധവ് വിഭാഗം അരവിന്ദ് സാവന്ത് ഇക്കുറി ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്നുണ്ട്. കല്യാണിൽ ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെയും മുംബൈ നോർത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും മത്സരിക്കുന്നു. നോർത്ത് സെൻട്രലിൽ കോൺഗ്രസിന്റെ ദലിത് മുഖം വർഷ ഗേക്വാദും BJPയിലെ ഉജ്ജ്വൽ നിഗമും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. NCPയുടെ ശക്തി കേന്ദ്രമായിരുന്ന ബാരാമതിയിൽ സുപ്രിയ സുലെക്കെതിരെ മത്സരിക്കുന്നത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ്. പ്രകടമായ തരംഗം മഹാരാഷ്ട്രയിൽ എവിടെയും കാണാനില്ല. ഷിൻഡെയ്ക്കും BJPക്കും എതിരെ ഭരണവിരുദ്ധ തരംഗവുമില്ല. പക്ഷേ ഉദ്ധവിനും അജിത് പവാറിനും ഇത് അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസിന് നിലനിൽപ്പിന്റെ തെരഞ്ഞെടുപ്പ് പോരും. ये नकली शिवसेना, नकली राष्ट्रवादी पार्टी, इसका कांग्रेस में विलय होना पक्का है. इलेक्शन डेस्क न्यूज़ मलयालम.